ലബൂബു ഗൈസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലബൂബു ഒരു ഡെവിലാണ്. ബട്ട് അത് റിയൽ സ്റ്റോറി ഞാനിപ്പോൾ പറഞ്ഞുതരാം. ലബൂബു മേടിക്കണോ വേണ്ടോ? അപ്പോൾ ഞാൻ റിയൽ സ്റ്റോറി ഞാനിപ്പോൾ പറഞ്ഞുതരാം, നിങ്ങൾ കേൾക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് പസൂസ്. ഈ പസൂസും ലബൂബും തമ്മിൽ ഒരു വലിയ കണക്ഷൻ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഈ പസൂസ് ജനിച്ചത് 8th century ബിഫോർ ക്രൈസ്റ്റ് ആണ്. അന്ന് ഈ പസൂസിൻ്റെ മെയിൻ ഇഷ്ടം എന്താണെന്ന് പറയുക, സാധനങ്ങൾ മൂവ് ചെയ്യുന്നതാണ്. അങ്ങനെ പസൂസ് മാറി. കുറച്ച് വർഷം മുമ്പ് ആർക്കിയോളജിസ്റ്റിലെ ഇറാനിലൊരു വെയർ ഹൗസ് ഉണ്ടായിരുന്നു. അവിടെ പസൂസിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അത് കണ്ടുപിടിച്ച് ഇപ്പോൾ ഒരു മ്യൂസിയത്തിലുണ്ട്. ലോർ മ്യൂസിയത്തിലാണുള്ളത്, ഫ്രാൻസിലാണ്. പിന്നെ സംഭവിച്ചതാണ് ഇതിന് ഡെവിൽ എന്ന് പറയാൻ കാരണം. ബിക്കോസ് പോപ്പ് മാർട്ടിൻ്റെ ഓണറിൽ കുറച്ച് കോട്ടൺ എടുക്കാൻ, ലബൂബിന് കുറച്ച് കോട്ടൺ മേടിക്കാൻ ഉദ്ദേശിച്ചു. അത് ഇറാനിലൊരു വെയർ ഹൗസിനായിട്ട് കൊണ്ടുവന്നത്. അപ്പം ഇറാനിലുള്ള വെയർ ഹൗസിലാണ് ഈ പസൂസിൻ്റെ ഈ സ്റ്റാച്ചു കണ്ടെത്തിയത്. അപ്പം അത് പ്രശ്നമായി. ഈ പസൂസിൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഡസ്റ്റ് ആ കോട്ടണിൽ ഉണ്ടായിരുന്നു കുറച്ച്. അത് കാരണം അത് വെച്ച് ലബൂബു ഉണ്ടാക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഡെവിൽ ഇതൊക്കെ സംഭവിച്ചത്. അത് ചിലതിന് അത്ര ഉണ്ടാവുള്ളൂ, കാരണം ഒരു 10 സാക്കിലൊക്കെ ഈ പസൂസിന് ഡസ്റ്റ് ഉണ്ടാവുള്ളൂ. സോ റിയൽ മെഡിക്കൽ ചെറുതായിട്ട് റിസേർച്ച് ചെയ്ത് എന്നെപ്പോലെ ഫേക്ക് മെഡിക്കൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ലബൂബു വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫേക്ക് മേടിക്കാം. എൻ്റെ ഇതൊക്കെ ഫേക്കാണ്. പിന്നെ നിങ്ങൾക്ക് ഈ റെയർ എഡിഷൻ ലബൂബു വേണമെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ തരാം. ഓക്കെ, ബൈ.